ഹായ് ഹലോ എല്ലാവർക്കും ഗീതാ ഗോവിന്ദം സീരിയലിൻ്റെ റിവ്യൂവിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ കിഷോറും അവർണികയും തമ്മിൽ സംസാരിക്കുകയാണ്. കിഷോർ അവർണികയോട് ചോദിക്കുകയാണ് അവിടെ അറയ്ക്കൽ നടന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ. എന്നിട്ട് കിഷോർ ചോദിക്കുകയാണ്, അവിടെ വന്നല്ലോ ഗോവിന്ദ് സാറിൻ്റെ ഒരു ഗേൾ ഫ്രണ്ട്, അത് വെറും ഒരു ഗേൾ ഫ്രണ്ട് അല്ല എന്ന് എനിക്ക് തോന്നുന്നത് എന്ന് പറയുകയാണ്. അപ്പോൾ അവർണിക ചോദിക്കുകയാണ്, നിന്നോട് ഈ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, ആരാണ് പറഞ്ഞത്, നീ ഇന്നത്തെ ദിവസം അങ്ങോട്ടേക്ക് വന്നില്ലല്ലോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ കിഷോർ പറയുകയാണ്, അതിന് AGM മുഴുവൻ സ്റ്റാഫുകളും ഉണ്ടായിരുന്നല്ലോ ഫംഗ്ഷനിൽ, അപ്പോൾ അതിൽ ചിലർ എന്നെ വിളിച്ച് പറഞ്ഞതാണ് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ അവർണിക പറയുകയാണ്, നിന്നെക്കുറിച്ചുള്ള സംശയരോഗികളാണ് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രശ്നക്കാർ. എന്ന് വെച്ചാൽ ഗേൾ ഫ്രണ്ട് ബോയ് ഫ്രണ്ട് എന്ന് എന്തിനാണ് വെറുതെ തരംതിരിക്കുന്നത്, ഫ്രണ്ട് അത്രയും മതി, അങ്ങനെ പറയേണ്ട ആവശ്യമേ ഉള്ളൂ. ഗോവിന്ദ് സാറ് ഏറ്റവും നല്ല മാന്യനായ മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ഫ്രണ്ട് വന്നു, അവർ തമ്മിലുള്ള ഡീപ്പായിട്ടുള്ള ബന്ധം ആയതുകൊണ്ട് അവർ തമ്മിൽ കുറച്ച് സ്വാതന്ത്ര്യം കൂടുതൽ കാണിച്ചു, അതിലിപ്പോൾ എന്താ തെറ്റ് എന്ന് പറയണം. അപ്പോൾ കിഷോർ പറയണം, നിന്നെ കണക്കല്ല ഞാൻ, എനിക്ക് ഒരു മനുഷ്യരെ ഒറ്റ നോട്ടത്തിൽ തന്നെ കാണുമ്പോൾ മനസ്സിലാവും ആ മനുഷ്യൻ നല്ലതാണോ ചീത്തയാണോ എന്നുള്ള. AGM വന്നപ്പോഴേ എനിക്ക് തോന്നി അവരത്ര നല്ല സ്ത്രീയുമല്ല, സാറും അവരും തമ്മിലുള്ള ബന്ധവും അത്ര നല്ലതല്ല എന്ന് എനിക്ക് തോന്നിയെന്ന് കിഷോർ പറയുകയാണ്. അപ്പോൾ അത് കേൾക്കുമ്പോൾ അവർണിക പറയുകയാണ്, നിനക്ക് ചിലപ്പോൾ കഴിഞ്ഞു എന്ന് വരും ഒരാളെ ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാക്കാം, പക്ഷേ എനിക്ക് ആ കാര്യത്തിൽ കുറച്ച് വീഴ്ച പറ്റിപ്പോയി. അതുകൊണ്ടാണല്ലോ ഇന്ന് നീ എൻ്റെ ഭർത്താവായിട്ട് ഇവിടെ ഇരിക്കുന്നത്. വെറും 0 ആയ നിന്നെ നമ്പർ 1 ആണെന്ന് തെറ്റിദ്ധരിച്ചിട്ടാണല്ലോ ഞാൻ വിവാഹം കഴിച്ചത്, അതോടെ പോയി എൻ്റെ ജീവിതവും എല്ലാം എന്നിങ്ങനെ പറയുകയാണ്. അതിനുശേഷം അവർണിക പറയുകയാണ്, പിന്നെ ആ ഭദ്രൻ എന്ന് പറയുന്ന ആളില്ലേ, അതായത് ഗീതുവിൻ്റെ അച്ഛൻ, അയാളെ അവിടെ വെച്ച് പരിചയപ്പെട്ടു. അയാളാണെങ്കിൽ നിന്നെക്കുറിച്ച് തോരാതെ വർത്തമാനം പറഞ്ഞുകൊണ്ടേയിരുന്നു, നീ നല്ലവനാണ്, നീ ഗുഡാണ്, ബെസ്റ്റാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. അല്ല, നീയും അയാളും തമ്മിൽ എന്താ ബന്ധം എന്ന് ചോദിക്കുകയാണ് അവർണിക. അപ്പോൾ ഇങ്ങനെ ഒന്നും മിണ്ടാണ്ട് ഇങ്ങനെ കിഷോർ നിൽക്കുകയാണ്. അപ്പോൾ ആ സമയത്തിന് അവർണിക പറയുകയാണ്, അത് കാരണം ഉണ്ടല്ലോ ഞാനാ ശരിക്കും നാറിയത്. നീ അതിനെന്തിനാ നാറുന്നത്? അതെ, അയാൾ നിന്നെക്കുറിച്ച് പ്രശംസിക്കുന്ന കേട്ടതോടുകൂടി ഞാൻ വിചാരിച്ചു ഡാഡിയോട് അയാളെ കൊണ്ട് നിൻ്റെ കാര്യം നല്ലതാക്കി പറയിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയെങ്കിലും ഡാഡിയുടെ മനസ്സിൽ നിന്നെക്കുറിച്ചുള്ള ആ ഒരു എന്താ പറയുന്നത്, നിന്നെക്കുറിച്ചുള്ള ആ 0 വീണ് കിടന്നതൊക്കെ ഒന്ന് നേരായി വരട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ അങ്ങേര് ചെന്ന് നിന്നെക്കുറിച്ച് നല്ലത് പറഞ്ഞപ്പോഴല്ലേ ഡാഡിയുടെ വായിൽ നിന്ന് ചില കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞത് എന്ന് പറയാണ്. അപ്പോൾ കിഷോർ കാര്യം തിരക്കാണ്. അപ്പോൾ അവർണിക പറയണം, മറ്റൊന്നും അല്ല, അയാൾ ഡാഡിയുടെ അടുത്ത് ചെന്ന് സംസാരിച്ചതിന് ശേഷമാണ് ഡാഡി എന്നോട് പറയുന്നത്, പണ്ട് ഗോവിന്ദ് സാറിൻ്റെ അച്ഛനായ മാധവൻ നായർ ആത്മഹത്യ ചെയ്യാനുള്ള കാരണം ഈ പറയുന്ന ഭദ്രനായിരുന്നുവെന്ന്. ഇയാൾ കാണിച്ച കള്ളത്തരവും ചതിയും കാരണമാണ് ആ കുടുംഭം നശിച്ച് അദ്ദേഹം ഒടുവിൽ പോലീസും അറസ്റ്റ് ചെയ്ത് ആത്മഹത്യയുടെ വക്കിൽ വരെ എത്തിയെന്ന് ഡാഡിയുടെ വായിൽ നിന്നും വീണ് ഞാൻ മനസ്സിലാക്കാൻ പറ്റിയത്. അതോടുകൂടി അപ്പോഴേ ഉടനെ കിഷോർ ചോദിക്കുകയാണ്, അതിന് ഭദ്രൻ ചതിച്ച് ഗോവിന്ദ് സാറിൻ്റെ അച്ഛൻ ആത്മഹത്യ ചെയ്തതിന് എന്നെക്കുറിച്ച് നീ എന്തിനാ വിഷമിക്കുന്നത്, അല്ലെങ്കിൽ നീ എന്തിനാ നാണം കെടുന്നത് എന്നെ ഓർത്ത് എന്നിങ്ങനെ ചോദിക്കുകയാണ് കിഷോർ. അപ്പോൾ നമ്മുടെ അവർണിക പറയാണ്, എൻ്റെ ഡാഡി പറഞ്ഞത് എന്താണെന്നറിയാമോ, ഒരു ഫ്രോഡിന് മാത്രമേ മറ്റൊരു ഫ്രോഡുമായിട്ട് നല്ല ബന്ധം സ്ഥാപിക്കാൻ പറ്റുള്ളൂ എന്നാണ്. അതിനർത്ഥം നീ ഒരു ഫ്രോഡാണെന്നാണ് ഡാഡി പറഞ്ഞത്. ഇതിൽ കൂടുതൽ നാണം കെടാൻ വേറെ എന്തെങ്കിലും വേണോ എന്ന് ചോദിച്ചിട്ട് അവർണിക ചോദിക്കുകയാണ്. എന്നിട്ട് അവർണിക പറയാണ്, ദേ കിച്ചു, ഞാൻ നിന്നോടൊരു കാര്യം മര്യാദയ്ക്ക് പറഞ്ഞേക്കാം, ഈ ഭദ്രൻ എന്ന് പറയുന്ന ഒരാളുമായിട്ടുണ്ടല്ലോ ഒരു ഫ്രണ്ട്ഷിപ്പും പാടില്ല. നീ അയാളെ കാണാനോ മിണ്ടാനോ വിളിക്കാനോ പാടില്ല. അങ്ങനെയാണെങ്കിൽ നീ എൻ്റെ തനിക്കുണം നീ മനസ്സിലാക്കാനേ പോകുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവർണിക പോവുകയാണ്. അവർണിക പോയി കഴിയുമ്പോൾ കിഷോർ ഇങ്ങനെ നിന്ന് ചിന്തിക്കുകയാണ്, എന്തായാലും മനസ്സിന് കുളിർമയുള്ള കാര്യമാണ് കേട്ടത്. ഈ ഭദ്രൻ എന്ന് പറയുന്നവൻ ഞാൻ വിചാരിച്ചതിനേക്കാളും വലിയ ഫ്രോഡാണെന്ന് ഇപ്പം എനിക്ക് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഗുണം കൂടത്തേ ഉള്ളൂ. ഒരു ഫ്രോഡിനെയാണ് കൈ കിട്ടുന്നതെങ്കിൽ അയാൾ എന്ത് ചെയ്യാനും മടിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. എന്തായാലും ഇനി ഗീതുവിലേക്കുള്ള എൻ്റെ വഴി വളരെ എളുപ്പമാവും എന്നൊക്കെ ചിന്തിച്ച് ഇങ്ങനെ കിഷോർ സന്തോഷിച്ചിങ്ങനെ നിൽക്കുകയാണ്. അതേ സമയത്തുണ്ടല്ലോ ഗീതു ഇങ്ങനെ മുറിയിൽ ഇങ്ങനെ പുതപ്പൊക്കെ തലേന്നൊക്കെയുള്ള പുതപ്പൊക്കെ മാറ്റി എന്നിട്ട് ഇങ്ങനെ കിടക്കുന്ന സമയത്ത് ഗോവിന്ദ് മുറിയിലേക്ക് കയറി വരികയാണ്. അപ്പോൾ ഇരുട്ടത്താണ്. അപ്പോൾ ഗോവിന്ദ് പറയുന്നത്, ഇതെന്താ ഇവളെ ഇതിനു മുമ്പേ ഉറങ്ങിയോ, നേരത്തെ കിടന്നുറങ്ങിയോ ഇവള് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഗോവിന്ദ് വരികയാണ്. ഗീതു കേൾക്കാത്ത കണക്ക് കിടക്കുക കേട്ടോ. അപ്പോൾ എന്നിട്ട് ഗോവിന്ദ് പറയുകയാണ്, എത്രയോ വർഷം കൂടിയാണ് എൻ്റെ ഒരു ബർത്ത്ഡേ ഇവിടെ ആഘോഷിച്ചത്, എത്ര നല്ല ഫംഗ്ഷനായിരുന്നു. ആ സമയത്ത് താഴേക്ക് വന്ന്
അതിൽ നല്ല രീതിയിലൊന്ന് പങ്കുകൊള്ളുക പോലും ചെയ്യാതെ ഇവിടെ വന്ന് കിടന്നുറങ്ങുന്നു. എല്ലാത്തിനും ഒരു തലയിലെഴുത്ത് വേണമല്ലോ. അതില്ലാത്തവരടുത്ത് പറഞ്ഞിട്ട് എന്താ കാര്യം? ചുമ്മാ ആവശ്യമില്ലാത്ത ഈഗോയും കൊണ്ടങ്ങ് നടക്കും എന്ന് പറയുകയാണ് ഗോവിന്ദ്. അപ്പോൾ ഗീതു ഇങ്ങനെ മനസ്സിൽ പറയണം, ഈഗോ തൻ്റെ എന്നിങ്ങനെ മനസ്സിൽ ഇങ്ങനെ പറയുകയാണ്. ഗീതു ആണെങ്കിൽ ആകെ കലിപ്പിലാട്ടോ. അങ്ങനെ ഗോവിന്ദ് ഇങ്ങനെ നടന്നിട്ട് ഗോവിന്ദ് നേരെ ആ ബാത്റൂമിൻ്റെ ആ ഭാഗത്തിരിക്കുന്ന ആ കണ്ണാടിയുടെ ഭാഗത്തേക്ക് പോവുകയാണ്. അപ്പോൾ ആ സമയത്ത് ഗോവിന്ദിൻ്റെ കാലിൽ നിലത്ത് ഉടഞ്ഞു കിടക്കുന്ന കണ്ണാടിയുടെ ചില്ലി പൊത്ത് കയറുകയാണ്. അപ്പോൾ ഗോവിന്ദ് പറയണം, ഇതാരെയും എന്നൊരു വിളിക്കുകയാണ്. എന്നിട്ട് പറയണം, അമ്മേ എൻ്റെ കാല് എന്ന് പറഞ്ഞിട്ടിങ്ങനെ വിളിക്കുകയാണ് ഗോവിന്ദ്. അപ്പോൾ ഗീതുവിനെ അറിയില്ല ഗോവിന്ദിൻ്റെ കാലിൽ കുപ്പിയോട് കൊണ്ട് കയറിയിട്ടാണ് ഇങ്ങനെ വിളിക്കുന്നതെന്ന്. അപ്പോൾ ഗീതു ആവശ്യം കാലോ കയ്യോ എവിടെയോ തട്ടിയെന്ന് തോന്നുന്നു എന്നിങ്ങനെ കിടന്നിട്ട് പറയുകയാണ്. അപ്പോൾ ആ സമയത്തിന് ഗോവിന്ദ് പെട്ടെന്ന് ലൈറ്റ് ഇടുകയാണ്. എന്നിട്ട് ഗോവിന്ദ് പറയണം, എൻ്റെ കാലിൽ കുപ്പിച്ചില്ല് കൊണ്ടല്ലോ എന്നിങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ ഗീതുവിന് വിഷമമാവുകയാണ്. അപ്പോൾ ഗീതു പെട്ടെന്ന് മനസ്സിൽ വിചാരിക്കണം, ഈശ്വര, ഞാൻ ചെയ്ത എൻ്റെ പ്രവൃത്തി മൂലം കണ്ണീട്ടിൻ്റെ കാലിൽ കുപ്പിയോട് കൊണ്ടോ, ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത്? ഞാൻ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ പുള്ളിക്കാരനെ ഇഷ്ടപ്പെടുത്തുമില്ലല്ലോ എന്നിങ്ങനെ ചിന്തിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഗോവിന്ദ് ഇങ്ങനെ കാലവിടെ നല്ല വേദന കടിച്ചമർത്തുകയാണ്. എന്നിട്ട് പറയണം, ഈശ്വര, ഇവിടെ അത്രയും ചോരയാവുന്നുണ്ടല്ലോ, നല്ല രീതിയിൽ ചോര വരുന്നല്ലോ, നല്ല ആഴത്തിന് കൊണ്ടുവന്നാണ് തോന്നുന്നത് എന്നൊക്കെ ഗോവിന്ദ് ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ ഇത് കേട്ടിട്ട് ഗീതു ആണെങ്കിൽ ശരിക്കും പറയുകയാണെങ്കിൽ ഗീതുവിൻ്റെ ഈഗോ ഗോവിന്ദിൻ്റെ അടുത്തേക്ക് പോകാൻ ഗീതുവിനെ അനുവദിക്കുന്നില്ല. അങ്ങനെ ഉറക്കം നടിച്ച് കിടക്കുകയാണ് നമ്മുടെ ഗീതു. അതേ സമയത്ത് നമ്മുടെ വരുണും രാധികാമ്മയും കൂടി മാറി നിന്ന് സംസാരിക്കുകയാണ്. അവർ ആ വാതിലിൻ്റെ ഭാഗത്ത് നിന്നിട്ട് സംസാരിക്കുകയാണ്. അപ്പോൾ സംസാരിക്കുന്ന കൂട്ടത്തിൽ നമ്മുടെ വരുൺ പറയുകയാണ്, എന്തായാലും ഗോവിന്ദേട്ടന് ഇങ്ങനെ ഒരു മുഖമുണ്ടെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഗോവിന്ദേട്ടന് ഇത്രയും പ്രായമായവർക്കും വിവാഹമൊന്നും കഴിക്കാതെ അങ്ങേര് ഒതുങ്ങിക്കൂടി കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു നല്ലൊരു ക്യാരക്ടറായിരിക്കും അങ്ങേരെക്കൊള്ളേന്നാണ്. പിന്നീട് മകളുടെ പ്രായമുള്ളൊരു പെണ്ണിനെ കല്യാണം കഴിച്ചു. എന്നിട്ട് അപ്പോഴും ഞാൻ കരുതിയത് എന്താണെന്ന് വെച്ചാൽ അതായത് അവർ തമ്മിലൊരു കോണ്ടാക്റ്റ് മാരേജ് ആയിരുന്നല്ലോ. അപ്പോൾ പ്രിയമോക്ക് വേണ്ടിയിട്ടാണ് അത് ചെയ്തതെന്നാണ് പിന്നീട് ഞാൻ വിചാരിച്ചത്. ഇപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് അങ്ങേര് വെറും ഫ്രോഡാണെന്ന് മനസ്സിലായി എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ രാധികാമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. രാധികാമ്മ പറയുകയാണ്, വരുൺ നിർത്തൂ നിൻ്റെ ഈ വർത്തമാനം എന്ന് പറയുകയാണ്. എന്താ അമ്മേ, ഞാൻ പറഞ്ഞത് എന്താ അമ്മയ്ക്ക് ഇഷ്ടപ്പെടാത്തത്? അമ്മ കണ്ടതല്ലേ ഇന്ന് അവളെയും കൂട്ടി വന്ന് അവിടെ നടത്തിയ കോപ്രായങ്ങൾ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ അത് കേൾക്കുമ്പോൾ രാധികാമ്മ പറയണേ, എൻ്റെ കണ്ണൻ ഒരു ഫ്രോഡല്ല എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ വരുൺ ചോദിക്കണം, അത് അമ്മയ്ക്ക് അതിൽ എന്താ ഉറപ്പ്? ഞാൻ പറയുന്നു ഗോവിന്ദേട്ടന് വെറും നമ്മളറിയാത്തൊരു വേറൊരു മുഷിഞ്ഞ, അതായത് നമ്മളറിയാത്തൊരു മറ്റൊരു മുഖം കൂടി ഉണ്ട്, ഒരു വൃത്തികെട്ട വികൃതമായ മറ്റൊരു മുഖം കൂടി ഉണ്ട് എന്ന് പറയുകയാണ്. അപ്പോൾ രാധികാമ്മ പറയണം, ഒരിക്കലുമില്ല, അത് അമ്മയ്ക്ക് എങ്ങനെ അറിയാം എന്ന് ചോദിക്കണം വരുൺ. അപ്പോൾ ഉടനെ തന്നെ രാധികാമ്മ പറയണം, അതിന് വരുണല്ല ഗോവിന്ദ്, നിന്നെപ്പോലല്ല അവൻ എന്നിങ്ങനെ തീർത്ത് പറയുകയാണ് നമ്മുടെ രാധികാമ്മ. അപ്പോഴത്തേക്ക് ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ് ഗോവിന്ദ് മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി പോകുന്നത് കാണുകയാണ്. അപ്പോൾ നമ്മുടെ വരുൺ പറയണേ, കണ്ടില്ലേ അമ്മ എന്നെക്കുറിച്ച് ഇത്രയും നേരം എന്തൊക്കെയാണ് പറഞ്ഞത്? ഞാനല്ല, ഗോവിന്ദേട്ടൻ എന്നല്ലേ അമ്മ പറഞ്ഞത്. മകനെക്കുറിച്ച് നല്ല രീതിയിൽ ഇത്രയും നേരം വാതോരാതെ അമ്മ പറഞ്ഞുകൊണ്ടിരുന്നതല്ലേ. എന്നിട്ടിപ്പോൾ കണ്ടില്ലേ സ്വന്തം മകൻ കാണിക്കുന്ന വേല എന്ന് പറയണ. ഇപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ അമ്മ നേരിട്ടെല്ലാം കണ്ടല്ലോ എന്നിങ്ങനെ വരുൺ പറയുകയാണ്. സംഭവം എന്താണെന്ന് വെച്ചാൽ കാലിൽ കുപ്പിച്ചില്ല തുളച്ച് കയറിയ ഗോവിന്ദ് അവിടെ നിന്ന് മുറിക്കകത്ത് നിന്നും പുറത്തേക്ക് ഇറങ്ങി പോകുന്നതാണ് ഇവർ കാണുന്നത്. ഗോവിന്ദ് ഇറങ്ങി വരുന്നത് കാണുമ്പോൾ കുറച്ചങ്ങോട്ട് മാറി പതുങ്ങി അങ്ങോട്ട് നിൽക്കുകയാണ്. അപ്പോൾ വരുൺ പറയുകയാണ്, കണ്ടില്ലേ സ്വന്തം ഭാര്യയെ മുറിക്കകത്ത് വെച്ച് കിടത്തി ഉറക്കിയിട്ട് കാമുകിയുടെ അടുത്തേക്ക് പോകുന്നത് കാണുന്നില്ലേ, കണ്ണ് തുറന്ന് അമ്മ കാണ് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ രാധികാമ്മ വല്ലാണ്ടാവുകയാണ്. രാധികാമ്മ പറയാണ്, ഈ കണ്ണൻ ഇങ്ങനെ തുടങ്ങിയ പിന്നെ എന്ത് ചെയ്യാനാണ് അമ്മേ? ഇതങ്ങനെ നിസ്സാരപ്പെട്ട കാര്യമായിട്ട് അമ്മ കരുതരുത്. ഞാൻ പറയുന്നത് അമ്മ ഇതിൽ ഇടപെടണം. അമ്മ ഈ പ്രശ്നത്തിൽ ഇടപെട്ടാൽ മാത്രമേ ഇത് സോൾവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇത് ഗീതുവിനേക്കാളും വലിയ അപകടകാരിയാണ് ഇവളൂടെ ഗോവിന്ദേട്ടന് കുറച്ച് കൂടുതൽ സ്നേഹമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറയുകയാണ്. അപ്പോൾ രാധികാമ്മ പറയണേ, എന്തായാലും നമുക്ക് മറഞ്ഞു നിന്ന് നോക്കാം, ഇവർ എന്താണ് ചെയ്യുന്നതെന്ന്, എങ്ങോട്ടാണ് പോകുന്നതെന്ന് നമുക്ക് മറഞ്ഞു നിന്ന് നോക്കാമെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കുറച്ചങ്ങോട്ട് താഴോട്ട് സ്റ്റെപ്പ് ഇറങ്ങി താഴോട്ട് വന്നിട്ട് ഇങ്ങനെ പതുങ്ങി നിന്ന് നോക്കുകയാണ്. അതേ സമയത്ത് ഗീതു ഗോവിന്ദിനെയും അതേ കണക്ക് നമ്മുടെ രഞ്ജുവിനെയും കൂടി വാച്ച് ചെയ്യാനായിട്ട് വരികയാണ്. ഗീതു ഫസ്റ്റ് ഫ്ലോറിൽ നിന്നിട്ട്
അതിൻ്റെ കൈവരിയുടെ ഭാഗത്ത് പോയി നിന്ന് ഇങ്ങനെ താഴേക്ക് നോക്കുകയാണ്. നോക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ പല വശത്തായിട്ട് സ്റ്റെപ്പിൻ്റെ അവിടെ നിന്ന് പല ഭാഗത്തായിട്ട് ഇങ്ങനെ നടന്ന് നിന്ന് സൈഡിൽ കൂടെ ഇങ്ങനെ നോക്കി വരികയാണ് ഗീതു. അപ്പോൾ ഗീതു ഒരു കാഴ്ച കാണുകയാണ്. താഴെ ഒതുങ്ങിയ ഒരു ഭാഗത്ത് പടിയുടെ ഭാഗത്തായിട്ട് ഗോവിന്ദ് ഇങ്ങനെ ഇരിക്കുകയാണ്. അതേസമയം രഞ്ജു ആണെങ്കിൽ താഴെ ഗോവിന്ദിൻ്റെ കാൽപാദം രഞ്ജുവിൻ്റെ മടിയിൽ വെച്ചിട്ട് ആ കുപ്പിയോട് കൊണ്ട ഭാഗം ക്ലീൻ ചെയ്യുകയാണ് നമ്മുടെ രഞ്ജു. അതേസമയം ഗോവിന്ദ് വേദന എടുത്ത് പൊളയാണ്. ഗോവിന്ദ് പറയണ മെല്ലെ മെല്ലെ എന്ന് പറയുകയാണ്. അപ്പോൾ രഞ്ജു പറയണ എൻ്റെ ഗോവിന്ദേട്ടാ നല്ല ആഴത്തിലാണ് കൊണ്ട് കയറിയിരിക്കുന്നത്, കുപ്പിയോട് നന്നായിട്ട് കൊണ്ട് കയറിയിട്ടുണ്ട്, അതിനെ ഇളക്കി എടുക്കണമെങ്കിൽ കുറച്ച് കഷ്ടപ്പെട്ടേ മതിയാവും, ഇച്ചിരി വേദനയായിട്ട് സഹിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ രഞ്ജു അതിങ്ങനെ ക്ലീൻ ചെയ്ത് അതിനെ ആ കുപ്പിയോടിനെ എടുക്കാനായിട്ട് നോക്കുകയാണ്. ഗോവിന്ദ് ആണെങ്കിൽ വേദന എടുത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. അതേസമയം നമ്മുടെ രാധികാമ്മയും വരുണും കാണുകയാണ്. അപ്പോൾ അവർക്ക് ശരിക്കും പറയുകയാണെങ്കിൽ കാലിൽ കുപ്പിയോട് കൊണ്ട കാര്യമൊന്നും അവരറിയുന്നില്ലല്ലോ, ഇവരെന്ത് ചെയ്യാണെന്നും അറിയുന്നില്ല. അവർ നോക്കുമ്പോൾ ഗോവിന്ദ് ഇങ്ങനെ ഇരിക്കുന്നു, താഴെയായിട്ട് നമ്മുടെ രഞ്ജു ഇരിക്കുന്നു. ഗോവിന്ദിൻ്റെ കാലിങ്ങനെ മടിയിൽ വെച്ച് ലാളിക്കുന്നതായിട്ടാണ് അവർക്ക് തോന്നുന്നത്. എന്നിട്ട് ഇവരെന്തൊക്കെയോ സംസാരിക്കുന്നു എന്നും അവർക്കറിയാം. അപ്പോൾ വരുണും രാധികാമ്മയും തമ്മിൽ സംസാരിക്കുകയാണ്. അമ്മേ, ഇവർക്ക് സംസാരിക്കുന്നത് കുറച്ച് ഉറച്ച് സംസാരിച്ചാൽ എന്താ, ഇത്രയ്ക്ക് അടക്കം പറയാൻ വേണ്ടിയിട്ട് എന്താ എന്നൊക്കെ ഇങ്ങനെ ഇവർ സംസാരിക്കുകയാണ്. അതേസമയത്ത് ഗീതു ആണെങ്കിൽ പറയുകയാണ്, ഈശ്വര, ഗീതുവിന് മനസ്സിലായി കാലിലെ കുപ്പിയോട് ക്ലീൻ ചെയ്യണം എന്നുള്ള സംഭവം ഗീതുവിന് മനസ്സിലായി. അപ്പോൾ ഗീതു പറയണേ, ഈശ്വര, ഇതിന് വേണ്ടി എന്ത് പാപമാണോ എന്തോ ഞാൻ ചെയ്തത്, അല്ല ഇതിന് എന്നെ പറഞ്ഞാൽ മതി, ഇതിനുള്ള വഴി ഞാൻ തന്നെയാണല്ലോ ഇതിന് വേണ്ടിയിട്ടുള്ള വഴി തുറന്നു കൊടുത്തത്. ഞാൻ ആ മിറർ അടിച്ച് പൊട്ടിച്ചില്ലായിരുന്നെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കാലിൽ കുപ്പിയോട് തുളച്ച് കയറത്തുമില്ലായിരുന്നു, അവൾക്ക് ശുശ്രൂഷ ചെയ്യാനുള്ള അവസരം ഉണ്ടാവത്തുമില്ലായിരുന്നു, എന്നെ പറഞ്ഞാൽ മതിയല്ലോ എന്നും പറഞ്ഞിട്ട് ഗീതു ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ കുറേ സമയം പണിപ്പെട്ട് നമ്മുടെ രഞ്ജു ആ കുഞ്ഞി കുപ്പിച്ചില്ല് കാലിൽ നിന്ന് എടുക്കുകയാണ്. എന്നിട്ട് രഞ്ജു പറയാണ്, നോക്ക് ഗോവിന്ദേട്ടാ, കണ്ടില്ലേ, ഇത്രേ ഉള്ളെങ്കിലും ഈ ഒരു കുഞ്ഞി കുപ്പിച്ചില്ലാണ് ഏട്ടൻ്റെ കാലിൽ ഇത്രയും വേദന ഉണ്ടാക്കിയത്. എന്തായാലും ആ റൂമൊന്ന് ക്ലീൻ ചെയ്യണം. അല്ല, ഇത് എങ്ങനെ സംഭവിച്ചു എന്ന് ചോദിക്കുകയാണ് രഞ്ജു. അപ്പോൾ ഗോവിന്ദ് പറയാണ്, അത് മുറിയിലൊരു വലിയ മിറർ ഉണ്ടായിരുന്നു, അത് പൊട്ടിയതാണെന്ന് പറയണം. പൊട്ടിയതോ ആരെങ്കിലും പൊട്ടിച്ചതോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഗോവിന്ദ് പറയണേ, എന്താണെന്നൊന്നും എനിക്കറിയില്ല, ഞാൻ ചെന്നപ്പോഴത്തേക്ക് ഉടഞ്ഞിങ്ങനെ നിലത്ത് കിടക്കുമായിരുന്നു, ഞാൻ കാണാതെ കയറി ചവിട്ടിയതാണ് എന്ന് പറയുകയാണ്. അപ്പോൾ രഞ്ജു പറയണം, ആ ചവിട്ടിയതാണെങ്കിലേ ഇപ്പം തന്നെ നമുക്ക് ചെന്നത് ക്ലീൻ ചെയ്യാമെന്ന് പറയുകയാണ്. അപ്പോൾ ഗോവിന്ദ് പറയുകയാണ്, അത് വേണ്ട, ഞാൻ ക്ലീൻ ചെയ്യാമെന്ന് പറയുമ്പോൾ, കൊള്ളാം, കാല് വയ്യാത്ത ഏട്ടനാണോ ക്ലീൻ ചെയ്യുന്നത്, ഞാൻ വന്ന് ചെയ്യാം എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഗോവിന്ദ് രഞ്ജുവിനോട് പറയണേ, വേണ്ട, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, രാവിലെ ആവട്ടെ, ഞാൻ കാഞ്ചനയെ കൊണ്ട് ചെയ്യിക്കാം എന്ന് പറയണം. അതൊന്നും പറഞ്ഞാൽ പറ്റില്ലെന്ന് പറഞ്ഞിട്ട് രഞ്ജു നിർബന്ധിക്കുകയാണ്. ചെന്നിട്ട് നമുക്ക് രണ്ടുപേർ കൂടെ ക്ലീൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഗോവിന്ദിനെ വിളിച്ചുകൊണ്ട് പോവുകയാണ് നമ്മുടെ രഞ്ജു. അങ്ങനെ അവർ അകത്തോട്ട് കയറി വരുന്ന കാണുമ്പോഴത്തേക്ക് പെട്ടെന്ന് വെപ്രാളപ്പെട്ട് നമ്മുടെ രാധികാമ്മയും വരുണും ഓടി ഒളിക്കുകയാണ്. കാരണം അവർക്ക് റൂമിൽ കയറണം, ഗോവിന്ദ് കാണുന്നതിന് മുമ്പേ തന്നെ അവർക്ക് റൂമിലെത്തണം. അപ്പോൾ അതേസമയത്ത് ഗീതു ആണെങ്കിൽ ഗീതുവിൻ്റെ റൂമിലേക്ക് പോകാനായിട്ട് വെപ്രാളം കാണിക്കുകയാണ്. അപ്പോൾ ഗീതു നോക്കുമ്പോൾ വരുണിനെയും രാധികാമ്മയും വെപ്രാളപ്പെട്ട് കയറി വരുന്നത് കാണുകയാണ്. അപ്പോൾ ഇത് കാണുമ്പോൾ ഗീതുവിന് മനസ്സിലായി പതുങ്ങി നടന്ന് കണ്ടുപിടിക്കാനായിട്ട് നടക്കുകയാണെന്ന്. അപ്പോൾ ഗീതു ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ്, ഈ തള്ളയ്ക്ക് മോനും രാത്രി ആയാലും ഒരു പണിയില്ല, ഇതൊക്കെ എന്തിനാ ഇങ്ങനെ ഉറക്കമുളച്ചിങ്ങനെ നടക്കുന്നത് CID പണിയും കൊണ്ട് എന്നിങ്ങനെ ഗീതു മനസ്സിൽ വിചാരിക്കുകയാണ്. അതേസമയം രാധികാമ്മയും വരുണും അവർ കാണാതെ മുറിയിലേക്ക് കയറുകയാണ്. ഗീതുവും ഗോവിന്ദ് വരുന്നതിന് മുമ്പായിട്ട് വെപ്രാളം പിടിച്ച് മുറിക്കകത്ത് കയറി കട്ടിലിൽ കിടന്നു തലവഴിയെ പുതപ്പും മൂടിയും കിടക്കുകയാണ്. അപ്പോൾ രാധികാമ്മ പറയുകയാണ്, നോക്ക് മോനെ, നോക്ക് കണ്ണാ, നോക്ക് വരുൺ, അവൻ അവളെയും കൊണ്ട് ആ മുറിയിലേക്കാണെന്ന് തോന്നുന്നു പോകുന്നത്, നോക്കമ്മേ. അപ്പോൾ ഉടനെ വരുൺ പറയണം, നോക്കമ്മേ, ഗോവിന്ദേട്ട ഇത് എന്ത് വൃത്തിയിട്ട പണിയാണ് കാണിക്കുന്നത്, അവളെയും കൊണ്ട് ഗീതു കിടക്കുന്ന മുറിയിലേക്ക് കയറി പോകുന്നു, ഇതെന്താ ഈ ഗോവിന്ദേട്ട ഈ രണ്ട് പെണ്ണുങ്ങളെയും ഒരുമിച്ച് ഒരു മുറിയിൽ കിടത്തി പൊറിപ്പിക്കാനാണോ ഭാവിക്കുന്നത് എന്നിങ്ങനെ വരുൺ ചോദിക്കുകയാണ്. എന്നിട്ട് വരുൺ പറയാണ്, ഇത്രയ്ക്ക് മോശമുള്ള ഒരു മനസ്സായിരുന്നു ഈ ഗോവിന്ദേട്ടന്, ഒരേ സമയത്ത് ഭാര്യയും കാമുകയെയും എന്നിങ്ങനെ പറയാണ് വരുൺ. അപ്പോൾ ആ സമയത്ത് രാധികാമ്മ പറയണേ, ഇത് ഞാനങ്ങനെ വെച്ച് പൊറിപ്പിക്കാൻ അനുവദിക്കില്ല, എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. അപ്പോൾ ഉടനെ വരുൺ ചോദിക്കുകയാണ്, അമ്മേ, ഇതങ്ങനെ വെറുതെ വിട്ടാൽ ശരിയാവില്ല, ഗീതുവിനേക്കാളും വലിയ അപകടകാരിയാണ് ഇവള്, നമുക്കൊരു കാര്യം ചെയ്യാം, ഇവളുടെ പേരിൽ ഒരു കൊട്ടേഷൻ കൊടുക്കട്ടെ എന്നിങ്ങനെ ചോദിക്കുകയാണ് വരുൺ. അപ്പോൾ രാധികാമ്മ പറയുകയാണ്, മോനെ, അത് വേണ്ടി വന്നേക്കും എന്നിങ്ങനെ പറയുകയാണ്. എന്നിട്ട് രാധികാമ്മ പറയണം, നമുക്ക് എന്തായാലും ഇപ്പോൾ തൽക്കാലം ഗീതുവിനെ വെറുതെ വിടാം, ഗീതുവിനെ നമുക്ക് നമ്മുടെ അടുത്തേക്ക് ചേർത്ത് നിർത്തിയിട്ട് നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഇവൾക്കെതിരെ ഫൈറ്റ് ചെയ്യണം, ഇവളെ ഇല്ലാതാക്കണം എന്നിങ്ങനെ തീരുമാനിക്കുകയാണ്.
അതേ സമയത്ത് രഞ്ജുവും ഗോവിന്ദും കൂടി മുറി ക്ലീൻ ചെയ്യാണ്. കുപ്പിയോടുകളെല്ലാം വാരി വേസ്റ്റ് ബക്കറ്റിലിടുകയാണ്. അപ്പോൾ ആ സമയത്ത് ഗോവിന്ദനോട് നിനക്ക് ചെയ്യണ്ടെന്ന് പറയുകയാണ്. പക്ഷെ കേൾക്കുന്നില്ല. അങ്ങനെ ഗോവിന്ദിൻ്റെ കൈ മുറിയാണ് കുപ്പിയോട് വീണ്ടും കൊണ്ട് കയ്യിൽ കുത്തിയിട്ട്. അപ്പോൾ രഞ്ജു പറഞ്ഞു അയ്യോ. അപ്പോഴ് ഗോവിന്ദ് അയ്യോ എന്ന് ഒരു വിളിച്ചു. അപ്പോൾ ചോദിക്കുകയാണ് എന്താണെന്ന് ചോദിക്കുകയാണ്. അതെൻ്റെ കയ്യിലിങ്ങനെ കുപ്പിച്ചിൽ കുത്തി കയറി എന്ന് പറയാണ്. അപ്പോൾ രഞ്ജു പറയണ അയ്യോ കയ്യിൽ നിന്ന് ചോര വരുന്നു അയ്യോ എന്ന് രഞ്ജു വിളിക്കുന്നതാണ് ശരിക്കും പറയുകയാണെങ്കിൽ ഗീതു കേൾക്കുന്നത്. അപ്പോൾ ഗോവിന്ദ് പറയണ അതിന് കുഴപ്പമില്ല, കയ്യിലല്ലേ, അത് കുറച്ച് നേരം ഞാൻ ഉറിഞ്ചുമ്പോഴത്തേക്ക് ആ ബ്ലഡ് അങ്ങ് പോകുമ്പോഴത്തേക്ക് ശരിയായിക്കോളും എന്ന് പറയണ. അതൊന്നും വേണ്ട എന്ന് പറയണ. അല്ല ഞാൻ മുറിഞ്ച് എൻ്റെ ഇതെല്ലാം മാറ്റി ശരിയാക്കാം എന്ന് പറഞ്ഞിട്ട് ഗോവിന്ദ് വിരൽ ഉറിഞ്ചുന്ന ശബ്ദം കേൾക്കുകയാണ്. എന്നിട്ട് അപ്പോഴത്തേക്ക് രഞ്ജു പറയണേ ആ കുഞ്ഞു മുറിവിൽ നിന്നുള്ള ചോര മുഴുവനും ഊറ്റി കുടിക്കല്ലേ എന്നിങ്ങനെ പറയുന്നത് കേൾക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ഗീതു തെറ്റിദ്ധരിക്കുകയാണ്. ഗീതു മനസ്സിൽ വിചാരിക്കുകയാണ് ഈശ്വര അവളുടെ കൈകളാണല്ലോ കണ്ണേട്ടൻ ഉറിഞ്ചി എടുക്കുന്നത്. കണ്ണേട്ടൻ ഇത്രയ്ക്ക് വൃത്തികെട്ട മനുഷ്യനാണോ, ഇങ്ങനെ ഒരു വൃത്തികെട്ട മുഖമുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയാണ്. യഥാർത്ഥത്തിൽ സ്വന്തമായിട്ട് ചെയ്യുകയാണ് ഗോവിന്ദ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. കുപ്പയോടുകളെല്ലാം വാരി വെച്ചതിന് ശേഷം നമ്മുടെ രഞ്ജു മുറിയിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണ്. ഗോവിന്ദ് കിടക്കാനായിട്ട് ബെഡിലേക്ക് വരികയാണ്. അപ്പോൾ ആ സമയത്തിന് ഗീതു ഉറക്കം നടിച്ച് ഇങ്ങനെ കിടക്കുകയാണ്. ആ സമയത്ത് ഗീതു ഭയങ്കരമായിട്ട് കരഞ്ഞുകൊണ്ടാണ് കിടക്കുന്നത്. അങ്ങനെ രഞ്ജു ഇറങ്ങി പോകുന്നത് കാണുമ്പോൾ നമ്മുടെ വരുണിനും അമ്മയ്ക്കും ഭയങ്കര സന്തോഷമാവുകയാണ്. അവർ പറയുകയാണ് എന്തായാലും ഗീതുവിൻ്റെ ഒപ്പം അവളെയും കൂടെ കിടത്തിയില്ലല്ലോ, അവളെന്തായാലും ഇറങ്ങി പോകുന്നു, അത് തന്നെ വലിയ ഭാഗ്യമെന്ന് പറഞ്ഞിട്ട് അവരിങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ നേരം വെളുത്തു. രാവിലെ നമ്മുടെ ഗീതു കുളി കഴിഞ്ഞ് വന്നിട്ട് കണ്ണാടിയുടെ മുന്നിൽ വരുമ്പോൾ ഗീതുവിന് നല്ല സങ്കടമാവുകയാണ്. ഗീതു ഇങ്ങനെ കണ്ണാടിയിൽ നോക്കിയിട്ട് ഇങ്ങനെ വിഷമിച്ച് നിൽക്കുമ്പോഴത്തേക്ക് ഗീതു പറയുകയാണ് എന്തായാലും നീ എന്നെ ഈ അവസ്ഥയിൽ കൊണ്ട് എത്തിച്ചല്ലോ, ഇനിയിപ്പോൾ എനിക്ക് ആരായിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് സങ്കടപ്പെടുകയാണ്. കണ്ണാടിയോടാണ് കേട്ടോ. അപ്പോൾ ഗോവിന്ദ് അങ്ങോട്ടേക്ക് വന്നിട്ട് ഗോവിന്ദ് പറയണം ഇവക്ക് എന്താ ശരിക്കും വട്ടാണോ? എന്നിട്ട് ഗോവിന്ദ് അടുത്ത് നിന്നിട്ട് ചോദിക്കണം എന്താ നിങ്ങളല്ലേ മനുഷ്യ ഈ കണ്ണാടി അടിച്ചു പൊട്ടിച്ചത് എന്ന് ചോദിക്കണം. മനഃപൂർവ്വം ചോദിക്കുന്നതാണേ. അപ്പോൾ ഗോവിന്ദ് പറയണേ ഒരുമാതിരി അനാവശ്യം പറയരുത്, ഞാൻ വന്നപ്പോൾ ഇതിങ്ങനെ പൊട്ടിക്കിടക്കുകയായിരുന്നു. അയ്യടാ നിങ്ങൾക്ക് ഒന്നും ഓർമ്മയില്ലാത്തതാണ്, നിങ്ങൾ ഇന്നലെ കള്ളു കുടിച്ചിട്ട് വന്നിട്ട് ഇതെല്ലാം മനഃപൂർവ്വം അടിച്ച് പൊട്ടിച്ചതാണെന്ന് പറയുകയാണ്. അപ്പോൾ ഗോവിന്ദും ഗീതുവും തമ്മിൽ തർക്കിക്കുകയാണ്. അപ്പോൾ ഗീതു പറയുകയാണ് എനിക്കറിയാം, അല്ലെങ്കിൽ നിങ്ങൾ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഒന്നും നിങ്ങൾക്ക് ഓർമ്മയില്ലല്ലോ, നിങ്ങളെല്ലാം ഇപ്പോൾ എന്താണ് ചെയ്യുന്നതെന്നുള്ള ബോധം പോലും നിങ്ങൾക്കില്ല. അല്ല നിങ്ങൾ എന്തുദ്ദേശത്തിലാണ് അവളെയും കൂട്ടി വന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. ഒടുവിൽ രഞ്ജുവിലേക്ക് എത്തുകയാണ് സംസാരം. അപ്പോൾ ഗോവിന്ദ് പറയണം രഞ്ജു എൻ്റെ നല്ലൊരു ഫ്രണ്ടാണ്, നിൻ്റെ ഇപ്പോഴത്തെ ഈ ഭ്രാന്തും കൊണ്ട് നീ അവളുടെ അടുത്തേക്ക് ചെല്ലരുതെന്നും കൂടി ഗോവിന്ദ് പറയുകയാണ്. അപ്പോൾ അത് കേൾക്കുമ്പോൾ ഗീതുവിന് ദേഷ്യം വരികയാണ്. അപ്പോൾ ഗോവിന്ദ് പറയണേ ഇപ്പോഴത്തെ നിൻ്റെ ഈ വട്ടും കൊണ്ട് നീ അവളുടെ അടുത്തേക്ക് ചെല്ലരുത്, അവൾ നല്ലൊരു കുട്ടിയാണ്, അവൾ എൻ്റെ ഫ്രണ്ടാണ്, അതുകൊണ്ട് അവൾ കുറച്ച് ദിവസം ഇവിടെ കാണുമെന്ന് പറയുമ്പോൾ ഗീതുവിന് ദേഷ്യം വരികയാണ്. ഗീതു ചോദിക്കുകയാണ് ഏത് വകയിലാണ് അവൾ നിങ്ങളുടെ ഫ്രണ്ടായത്? അവൾ മുമ്പൊരിക്കൽ ഇവിടെ അറയ്ക്കലും അത് കണക്ക് ഓഫീസിലും ഒക്കെ വന്നിട്ട് വലിയ വഴക്കും പ്രശ്നവും ഒക്കെ ഉണ്ടാക്കി പോയവളല്ലേ, എന്നിട്ട് അവൾ നിങ്ങളും തമ്മിലുള്ള പ്രശ്നം എപ്പോഴാണ് പരിഹരിച്ചത്? എനിക്കതേക്കുറിച്ച് അറിഞ്ഞേ പറ്റുമെന്ന് പറയുമ്പോൾ ഗോവിന്ദ് ചോദിക്കുകയാണ് അതിന് നീ എൻ്റെ ആരാണ് എന്നിങ്ങനെ ചോദിക്കുകയാണ് ഗീതുവിനോട്. അപ്പോൾ ഗീതു പറയണേ എനിക്ക് അറിഞ്ഞേ പറ്റൂ, കാരണം ഞാൻ നിങ്ങളുടെ ഭാര്യയാണ്, എൻ്റെ ഭാര്യ എന്നുള്ള അധികാരം കൊണ്ട് എനിക്കറിയണം അവൾ ആരാണെന്ന് എന്ന് ചോദിക്കണം. അപ്പോൾ ഗോവിന്ദ് പറയണ നീ ഏത് ഭാര്യ, നീ ഏത് വകയിലാണ് എൻ്റെ ഭാര്യയായത്? നീ വെറും കരാറുകാരിയാണ്, വെറും കരാറ് ഭാര്യ, അല്ലാതെ നീ എൻ്റെ ശരിക്കുള്ള ഭാര്യയൊന്നും അല്ല. ഞാൻ നിന്നെ അങ്ങനെ കണ്ടിട്ടുമില്ല, കരുതാനും പോകുന്നില്ല. അതുകൊണ്ട് ഞാനും രഞ്ജും തമ്മിൽ എന്ത് ബന്ധമാണെന്നൊന്നും നീ അറിയണ്ട, നീ വെറും കൊട്ടേഷനാണ് എന്ന് പറഞ്ഞിട്ട് ഗോവിന്ദ് മുറിയിൽ നിന്ന് ഇറങ്ങി പോവുകയാണ്. അപ്പോൾ ഗീതുവിന് സങ്കടം വരികയാണ്. ഗീതു ഇങ്ങനെ കരയുകയാണ്. ഈശ്വര ഞാൻ എത്ര സ്നേഹിച്ചിട്ട് ഇങ്ങനെ മനസ്സിലാക്കുന്നില്ലല്ലോ, ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത് എന്നൊക്കെ ചിന്തിച്ചിട്ട് കരയുകയാണ്. അതിനുശേഷം ഗീതു മനസ്സിൽ പറയുകയാണ്, ഗീതുവിൻ്റെ മുഖമൊക്കെ അങ്ങ് മാറുകയാണ്. ഗീതു പറയുകയാണ് ഇനിയിപ്പോൾ ഞാൻ എന്തായാലും കരഞ്ഞ് തളർന്നിരുന്നിട്ടൊന്നും ഒരു കാര്യമില്ല, ഞാൻ ഫൈറ്റ് ചെയ്യും, ഞാൻ അവളെ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പുകച്ച് പുറത്ത് ചാടിക്കും. ഗോവിന്ദേട്ടനെ എൻ്റെ പരിധിക്ക് ഞാൻ കൊണ്ടുവരും, ഗോവിന്ദേട്ടന് എൻ്റെ അവകാശം എന്താണെന്ന് ഞാൻ മനസ്സിലാക്കി കൊടുക്കും, ഞാൻ ഇനി ഒരിക്കലും കരയില്ല, ഞാൻ ഫൈറ്റ് ചെയ്ത് നിൽക്കും എന്നും പറഞ്ഞിട്ട് ഗീതു ഒരു ഉറച്ച തീരുമാനം മനസ്സുകൊണ്ട് എടുക്കുകയാണ്. അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് തീരുകയാണ്. ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്തേക്കണം. അപ്പോഴായിരിക്കും ഞാൻ ഇടുന്ന വീഡിയോകൾ അപ്പോഴും നിങ്ങൾക്ക് കിട്ടുന്നത്. അതുമാത്രമല്ല നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ചെയ്തേക്കണം. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം. അതുപോലെ മറ്റൊരു എപ്പിസോഡിൻ്റെ റിവ്യൂമായിട്ട് ഉടനെ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.